ഹേ ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതെന്ന് പറയുന്നുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫെയിലാവുന്നവർക്കും അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് സോഫ്റ്റ് ആവാത്തവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു കിടക്കാച്ച റെസിപ്പിയാണ് ഇന്നത്തേത്. ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് പച്ചരി വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ കപ്പളവിൽ എടുക്കുന്നില്ലെങ്കിൽ ഗ്ലാസ്സോ എന്തില്ലാന്ന് വെച്ചാൽ എടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ തന്നെ മെഷർ ചെയ്തെടുത്താൽ മതി. പിന്നെ ചേർക്കുന്നുള്ളത് 1 കപ്പ് ഉഴുന്നാണ്. അപ്പോൾ ഇപ്പോൾ 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് 1 സ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ തലേന്ന് രാത്രിയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നുള്ളത്, പിറ്റേന്ന് രാത്രിത്തേക്ക് ഉണ്ടാക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് വെക്കുന്നുള്ളതും. ഇനി ഇത് രാവിലെ തുറന്നു നോക്കുന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഇനി ഞാൻ 1 കപ്പോളം ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 2 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന് 1 കപ്പ് ചോറ് എന്ന രീതിയിലാണ് ഞാൻ എടുക്കാറുള്ളത്. ഇനി ഇതൊക്കെ നമ്മൾ തലേന്ന് കുതിരാൻ വെച്ച ആ ഒരു വെള്ളത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഈ ഒരു വെള്ളം തന്നെ ധാരാളമാണ് കേട്ടോ, ഇത് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിക്ക്. ഞാനിവിടെ നല്ലപോലെ തിക്കായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യാണ്ട് ആ ഒരു ഉള്ള വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനി ഫെർമെൻ്റ് ആവാൻ വേണ്ടിക്ക് വെക്കാം. പിന്നെ ഞാനിപ്പോൾ രാവിലെ വെക്കുന്നതുകൊണ്ട് പിന്നെ രാത്രി ആകുമ്പോഴേക്ക് ഇത് നല്ലപോലെ പുളിച്ചിട്ടും. ഇപ്പം നിങ്ങൾ ഒരു 6-8 മണിക്കൂർ മതിയാവും, അതന്നെ ധാരാളമാണ് ഇത് പൊങ്ങി വരാൻ വേണ്ടിക്ക്. ഈ അരച്ചെടുത്തത് നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കലായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ മിക്സൊക്കെ ചെയ്ത് ഇനി അടച്ച് വെക്കുന്നത്. രാത്രിത്തേക്ക് ആകുമ്പോഴേക്ക് നല്ലപോലെ ഒന്ന് പൊളിച്ചിട്ട് വരും. ഇത് ഉണ്ടാക്കാൻ നേരം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് നല്ലപോലെ പൊളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു സെയിം അളവിൽ തന്നെ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഇഡ്ഡലി തന്നെ കിട്ടിക്കോളും. പിന്നെ ഞാൻ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അരച്ചതിന് ശേഷം ഇപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഇട്ട് ഇളക്കിയൊന്നും ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ചൂടാകുന്ന സമയം കൊണ്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ ഒരു തട്ടിലോട്ടേക്ക് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ കുഴിയിലേക്ക് അയച്ച് പിന്നെ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോപ്പർ ടൈം എത്രയെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ, നമ്മളിപ്പോൾ ഫ്ലെയിമിൻ്റെതും അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പം ഞാൻ എപ്പോഴും ഉണ്ടാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഓപ്പൺ ആക്കി ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയിട്ട് അതിൻ്റെ വേവ് നോക്കിയെടുക്കില്ലാന്ന് കേട്ടോ. ഞാൻ ഒരു 5-6 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബാമ്പു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിട്ടോ. അപ്പോൾ അത് ഫുൾ ക്ലിയർ ആയിട്ട് തന്നെയാണ് കിട്ടുന്നുള്ളത് ഉള്ളൊക്കെ. അപ്പോൾ പിന്നെ അത് നേരെ എടുത്തു. പിന്നെ ഇത് കുറച്ച് ടൈം വെച്ചാൽ നമ്മൾ അടിയൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് പറ്റിപ്പിടിക്കാണ്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കുക്ക് ചെയ്ത പാടും തന്നെ ഇളക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അടിയിൽ ഒട്ടിയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ നെക്സ്റ്റ് ബാച്ച് ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ എടുത്ത് നോക്കുന്നുള്ളത്. അപ്പോൾ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലപോലെ പൊങ്ങിയിട്ടും വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെന്താ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്